This news is brought to you by IPAX Mobile, opposite Kerala Grameen Bank, Mele Bazar, Chirupuzha. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പെരിങ്ങോം വയക്കര പഞ്ചായത്ത് റാലിയും പൊതുസമ്മേളനവും ഡിസംബർ 7 വൈകുന്നേരം നടക്കും. റാലി വൻ വിജയമാക്കുന്നതിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. വൈകുന്നേരം 4 മണിക്ക് KP സ്മാരക മന്ദിരത്തിൽ നിന്ന് ആരംഭിക്കുന്ന ബഹുജന പ്രകടനം പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് സമാപിക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. മധുസൂദനൻ MLA സംസാരിക്കും. പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും LDF സ്ഥാനാർത്ഥികളും പ്രവർത്തകരും വോട്ടർമാരെ നേരിൽ കണ്ടുകഴിഞ്ഞു. ത്രിതല പഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെ പര്യടനവും പൂർത്തിയായി. പഞ്ചായത്തിലെ 19 വാർഡുകളിൽ 18 വാർഡുകളിൽ മാത്രമാണ് BJP സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളത്. മിക്ക വാർഡുകളിലും BJP സ്ഥാനാർത്ഥികളുടെയും പ്രവർത്തകരുടെയും പ്രചരണ പ്രവർത്തനങ്ങൾ കാണാനില്ലാത്ത സാഹചര്യത്തിൽ ഇത് UDF സ്ഥാനാർത്ഥികളെ സഹായിക്കാനുള്ള തന്ത്രമാണോ എന്ന സംശയമാണ് LDF പ്രവർത്തകർ ഉന്നയിക്കുന്നത്. പത്രസമ്മേളനത്തിൽ LDF നേതാക്കളായ TV തമ്പാൻ, C പത്മനാഭൻ, KV വിജയൻ, അസ്നാർ അരവഞ്ചാൽ, KV അജയകുമാർ എന്നിവർ പങ്കെടുത്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പെരിങ്ങോം വയക്കര പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലി നാളെ വൈകുന്നേരം 4:30 പെരിങ്ങോത്ത് നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. വലിയ തോതിലുള്ള ആ റാലി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സജീവമായ പ്രവർത്തനങ്ങൾ 19 വാർഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നു വരികയാണ്. നാളെ വൈകുന്നേരം സഖാവ് KP കൃഷ്ണാട്ടൻ്റെ സ്മാരക മന്ദിരത്തിനു സമീപം കേന്ദ്രീകരിച്ചുകൊണ്ട് ടൗണിൽ പ്രകടനം നടത്തി പെരുങ്ങൂത്ത് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള കേന്ദ്രത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലുള്ള ഗ്രൗണ്ടിൽ പൊതുസമ്മേളനം സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സഖാവ് CN ചന്ദ്രനാണ് ആ റാലി ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മുടെ പയ്യന്നൂർ MLA സഖാവ് KE മസൂദിന് പ്രസംഗിക്കുന്നുണ്ട്. വിവിധ ഘടകകക്ഷി നേതാക്കന്മാരും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 19 വാർഡുകളിൽ സജീവമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് നടക്കുന്നത്. എല്ലാ ഘടകകക്ഷികളും യോജിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് പെരിങ്ങോം വയക്കര പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യം 16 വാർഡുകളാണുള്ളത്. ഈ പ്രാവശ്യം 3 വാർഡുകൾ കൂടി ചേർന്നിട്ടുണ്ട്. 19 വാർഡുകൾ ഈ പെരിങ്ങോം വയക്കര പഞ്ചായത്തിൽ നിലവിൽ വന്നിട്ടുണ്ട്. ആ വാർഡുകളിൽ മഹാഭൂരിപക്ഷം സീറ്റുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല നിലയിൽ മുന്നേറാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ് വസ്തുത. സ്വാഭാവികമായും ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ്. UDFനെ സംബന്ധിച്ച് അവരുടെ ഇടയിൽ വലിയ തോതിലുള്ള വിള്ളലുകൾ എല്ലാ വാർഡുകളിലും മിക്ക വാർഡുകളിലും ഉണ്ടായിട്ടുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. അതേപോലെ തന്നെ BJPയുടെ സ്ഥാനാർത്ഥികൾ ഒരു വാർഡിൽ ഒഴികെ ബാക്കി 18 വാർഡുകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആ കൊടുത്ത വാർഡുകളിലും കൃത്യമായ വർക്കുകളൊന്നും സ്വാഭാവികരും നടന്നു വരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ മത്സരരംഗത്ത് സ്ഥാനാർത്ഥിയായി നിന്നിട്ടും വിജയിക്കുന്നതിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ വർക്ക് നടക്കാതിരിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംശയമുണ്ട്. UDFുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരാലോചന നടക്കുന്നുണ്ടോ എന്നത് സംബന്ധിച്ചുള്ളൊരു സംശയം ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. എന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ കാര്യങ്ങളിൽ ഒരു ഭയമില്ലാതെ 19 വാർഡുകളിൽ ഞങ്ങൾ സജീവമായ പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നേറുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 19 വാർഡിലും ഇതുവരെയുള്ള പ്രവർത്തനം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വാസത്തോടുകൂടിയാണ് മുന്നോട്ട് നമുക്ക് നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ പ്രവർത്തകന്മാർ നല്ല നിലയിൽ പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പെരിങ്ങോം വയക്കര പഞ്ചായത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിരുന്ന നിർമ്മലിതമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. എന്നാൽ മറുപക്ഷം ഇടതുപക്ഷം UDF മാറ്റം സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ഥാനാർത്ഥികളുടെ പേരിന് മാത്രം നിർത്തിയെന്ന് പറയുന്നതിനല്ലാണ്ട് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം നടത്താതിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ തന്നെ ഇങ്ങനെ സംസാരം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതാണ് നമ്മൾ ഇവിടെ സൂചിപ്പിക്കാനായത്. നമുക്കുണ്ടാകുന്നതല്ല, ജനങ്ങൾക്കുണ്ടാകുന്ന സംശയമാണ് ഇവർ വെറുതെ പേരിന് നിർത്തിയതാണ്, എന്തോ നീക്കുപോക്കുണ്ട് UDFുമായിട്ട് എന്നുള്ളത്. അത് നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ കൂട്ടത്തിലുള്ള പരസ്യമാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ നാളത്തെ റാലി വിജയിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി പ്രവർത്തകർ മുന്നോട്ട് പോകുന്നുണ്ട്.
റാലി ഇനിയുള്ള 2-3 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇത് ഇനിയുള്ള പ്രവർത്തനത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി പ്രത്യേകിച്ച് കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യത്തോടുകൂടി സ്ഥാനാർത്ഥികളെ നിർത്താൻ സാധിച്ചിട്ടില്ല. ചില വാർഡുകളിൽ അവർ റബലായി സ്ഥാനാർത്ഥികളെ നിർത്തി കോൺഗ്രസിനകത്ത് തന്നെ പരസ്പരം മത്സരിക്കുന്ന സാഹചര്യം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ഐക്യത്തോടു കൂടിയാണ് സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളത്. നമ്മുടെ ത്രിതല പഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെ പര്യടനങ്ങളിലെല്ലാം വമ്പിച്ച ജനമുന്നേറ്റമാണ് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞ 5 വർഷക്കാലം നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മനസ്സിലെത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്ന ഈ വലിയ സ്വീകാര്യത. BJP കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വാർഡുകളിൽ അവരുടെ പ്രവർത്തനങ്ങൾ വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോൾ പ്രത്യക്ഷത്തിലേടി കാണാൻ കഴിയുന്നില്ല. പല ആളുകളും സജീവമായി രംഗത്തില്ല. ഇത് UDFനെ സഹായിക്കാനാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഇനി ആരെ സഹായിച്ചാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും സജീവമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലുണ്ട്. മഹാഭൂരിപക്ഷം സീറ്റുകളിലും ഇടതുപക്ഷത്തിന് വിജയിച്ചു വരാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വിരൽത്തുമ്പുകൾ കൊണ്ട് മാസ്മരിക വർണ്ണപ്രപഞ്ചം സൃഷ്ടിക്കുന്ന മികച്ച കമ്പനികളുടെ മികവേറിയ മൊബൈലുകളുമായി ചെറുപുഴയിൽ മൊബൈൽ ഫോണുകളുടെ വിസ്മയ ലോകം തീർത്ത് ഐപാക്സ് മൊബൈൽ, ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക്, മേലെ ബസാർ, ചെറുപുഴ. മൊബൈൽസ് ആൻഡ് ലാപ്ടോപ്പ് സർവീസസ്, ഐഫോൺ ആൻഡ് ആൻഡ്രോയിഡ് കളക്ഷൻസ്, ഐഫോൺ ഐപാഡ് സർവീസ് സ്പെഷ്യലിസ്റ്റ്, smartphone and laptop services. Our services: fast service, display service, battery service, live service. ഐപാക്സ്, ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക്, മേലെ ബസാർ, ചെറുപുഴ. ഞങ്ങളുടെ ബ്രാഞ്ച് സിറ്റി സെൻറ്റർ, ഇരിട്ടി. ഐപാക്സ് മൊബൈൽ, മേലെ ബസാർ, ചെറുപുഴ. മൊബൈൽ നമ്പർ 7907799505. ഐപാക്സ് മൊബൈൽ, ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക്, മേലെ ബസാർ, ചെറുപുഴ.